ഐതിഹാസികമായ കേരളയാത്ര സമാപനം കുറിക്കുമ്പോൾ ഏറ്റവും മികച്ച സംഘാടനം, ഏറ്റവും വലിയ സ്വീകരണം കേരളക്കര ഒരുക്കിയത് എവിടെയായിരുന്നു? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ കേരളയാത്ര കേരള മുസ്ലിം ജമാഅത്ത് സംഘടനാ മികവിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ജില്ലകൾ എടുത്തു പരിശോധിക്കുമ്പോൾ ചിലപ്പോഴത് അരീക്കോടോ തിരൂരോ ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലപ്പുറം ജില്ലയുടെ 70% വരുന്ന മുസ്ലിങ്ങളിലെ സംഘടനാ മികവാണ് അരീക്കോട് നാം കണ്ടത്, അല്ലെങ്കിൽ തിരൂര് കണ്ടത്. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞ ജില്ലകൾ നൽകിയ സ്വീകരണം വർണ്ണാഭവുമായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും ഒക്കെ എടുത്താൽ പോലും 40% വരുന്ന മുസ്ലിം ഭൂരിപക്ഷത്തിൽ നിന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ വലിയ സംഘടനാ മികവ് നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കും. എന്നാൽ 10% മാത്രം പോപ്പുലേഷൻ മുസ്ലിങ്ങൾക്കുള്ള ആലപ്പുഴ ജില്ല നടത്തിയ വലിയ സംഘടനാ മികവും അവിടെയുള്ള ജനങ്ങളും കാന്തപുരം ഉസ്താദിന് നൽകിയ സ്വീകരണം അതിമനോഹരമായിരുന്നു, ജനസാഗരമായിരുന്നു. എല്ലാവരും പറയും ആലപ്പുഴയല്ല, ഇത് ആൽപ്പുഴയായി മാറിയിരിക്കുന്നു. അത്രയും കായംകുളത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ ആലപ്പുഴയിൽ നടന്ന സ്വീകരണ മഹാസമ്മേളനം തന്നെയായിരിക്കും കേരളയാത്രക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച സ്വീകരണവും സംഘടനാ മികവും. ഞാനിത് പറയാൻ കാരണം ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം പോപ്പുലേഷൻ വെറും 10% മാത്രമേ ഉള്ളൂ. ഈ 10% മാത്രം മുസ്ലിം ഭൂരിപക്ഷമുള്ള പോപ്പുലേഷനുള്ള ആലപ്പുഴ ജില്ലയിൽ ഇത്രയും മികച്ച സംഘടനാ വൈഭവവും ഇത്രയും മികച്ച സ്വീകരണവും നൽകിയ കേരള മുസ്ലിം ജമാഅത്തും SYS, SSF, സമസ്ത തുടങ്ങി വലിയ സംഘടനാ മികവുള്ള നേതാക്കളെ അഭിനന്ദിച്ച് മതിയാകൂ. തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രക്കുള്ള സമാപന സമ്മേളനം പുത്തിരക്കണ്ടം മൈതാനം സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. വലിയ സ്വീകരണങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു. എടുത്തു പറയപ്പെടേണ്ടത് ആലപ്പുഴയായതുകൊണ്ട് മാത്രം ഇവിടെ ഒന്ന് അവലോകനം ചെയ്തതാണ്.